ഹലോ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിപ്പോസിഷൻ ആഫ്റ്റർ ആണ്. ആഫ്റ്ററിൻ്റെ ഫസ്റ്റ് യൂസ് മലയാളത്തിൽ ശേഷം എന്ന് പറയാനാണ്. വി വിൽ അറൈവ് ആഫ്റ്റർ മൺഡേ. മൺഡേക്ക് ശേഷം ഞങ്ങൾ എത്തും. ഇവിടെ മൺഡേക്ക് ശേഷം എന്ന് പറയാനായിട്ടാണ് ആഫ്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മൺഡേ എന്നൊരു ദിവസത്തിന് ശേഷമാണ് എത്തുന്നത്. അതായത് മൺഡേ എന്ന ദിവസത്തിന് മുന്നോ അല്ലെങ്കിൽ മൺഡേ എന്ന ദിവസമോ അല്ല, മറിച്ച് മൺഡേ കഴിഞ്ഞുള്ള ട്യൂസ്ഡേ, വെനസ്ഡേ ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും വരുന്നത്. എന്നാൽ മൺഡേ എന്നുള്ളൊരു ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ എത്തുന്നത് എന്നാണ് പറയുന്നത്. ഐ ഓൾവേസ് സ്ലീപ്പ് ആഫ്റ്റർ 10 o'clock. 10 മണിക്ക് ശേഷമാണ് എന്ന് ഞാൻ ഉറങ്ങാറുള്ളത്. ഇവിടെ 10 മണിക്ക് ശേഷം എന്ന് പറയാനാണ് ആഫ്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 10 മണിക്കല്ല ഞാൻ ഉറങ്ങുന്നത്, 10 മണിക്ക് മുന്നേ അല്ല, 10 മണി എന്നൊരു സമയത്തിന് ശേഷമാണ്. സാറ്റർഡേ കംസ് ആഫ്റ്റർ ഫ്രൈഡേ. ഫ്രൈഡേക്ക് ശേഷം സാറ്റർഡേ വരുന്നു. അതായത് ഈ ദിവസങ്ങളെല്ലാം ഒരു ഓർഡറിലാണ് പോകുന്നത്. ആ ഓർഡർ വെച്ച് നോക്കുമ്പോൾ ഫ്രൈഡേ, വെള്ളിയാഴ്ച എന്നൊരു ദിവസത്തിന് ശേഷമാണ് ശനിയാഴ്ച വരുന്നത്. ഇവിടെയല്ല ആഫ്റ്ററിന് ശേഷം നൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ആഫ്റ്റർ പ്രിപ്പോസിഷനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്ററിന് ശേഷം ഫോളോ ചെയ്ത് വരേണ്ടത് നൗൺ ആയിരിക്കണം. ആഫ്റ്ററിൻ്റെ രണ്ടാമത്തെ യൂസ് പിന്നാലെ അല്ലെങ്കിൽ പുറകെ എന്ന് പറയാനാണ്. ഹീസ് റണ്ണിങ് ആഫ്റ്റർ ദ ബോൾ. അവൻ ബോളിന് പിന്നാലെ ഓടുന്നു. ഇവിടെ ബോളിന് പിന്നാലെ അല്ലെങ്കിൽ ബോളിന് പുറകെ എന്ന് പറയാനാണ് ആഫ്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ദ ഡോഗ് വാക്ക്ഡ് ആഫ്റ്റർ ദ ക്യാറ്റ്. ക്യാറ്റിന് പിന്നാലെ ഡോഗ് നടന്നു. ഇവിടെ ക്യാറ്റിന് പുറകെ അല്ലെങ്കിൽ ക്യാറ്റിന് പിന്നാലെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആഫ്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സെൻറ്റൻസുകളിലും ആഫ്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത് പ്രപ്പോസിഷൻ ആയിട്ടാണ്. ഇവിടെയെല്ലാം ആഫ്റ്ററിന് ശേഷം ഫോളോ ചെയ്ത് വരുന്നത് നൗൺ ആണ്. നമ്മൾ ഇത്ര നേരം ആഫ്റ്ററിന് പ്രിപ്പോസിഷനായിട്ട് യൂസ് ചെയ്യാനാണ് പഠിച്ചത്. പ്രിപ്പോസിഷനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്ററിന് ശേഷം എപ്പോഴും ഒരു നൗൺ ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ ആഫ്റ്ററിനെ കൺജങ്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ രണ്ട് സെൻറ്റൻസുകളെ അല്ലെങ്കിൽ രണ്ട് ക്ലോസുകളെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. മൈ മദർ ഏറ്റ് ദ ഫുഡ് ആഫ്റ്റർ ഐ ഹാഡ് അറൈവ്ഡ്. ഞാൻ എത്തിയതിന് ശേഷം എൻ്റെ അമ്മ ഫുഡ് കഴിച്ചു. ഇവിടെ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഫ്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സെൻറ്റൻസുകളും രണ്ട് പാസ്റ്റ് ആക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഞാൻ എത്തിയതിന് ശേഷം, പാസ്റ്റിൽ നടന്ന കാര്യമാണ്. ഞാൻ എത്തിയതിന് ശേഷം എൻ്റെ അമ്മ ഫുഡ് കഴിച്ചു. ഇവിടെ രണ്ട് പാസ്റ്റ് ആക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഫ്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് നടന്ന കാര്യം എന്താ? ഞാൻ എത്തിയതിന് ശേഷം എൻ്റെ അമ്മ ഫുഡ് കഴിച്ചു. ഇങ്ങനെ പാസ്റ്റിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള രണ്ട് ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. സബ്ജക്റ്റിന് ശേഷം വെർബ് പാസ്റ്റ് ടെൻസ് ആണ്. അതിനുശേഷം ആഫ്റ്റർ വരുന്നു. ആഫ്റ്ററിന് ശേഷം സബ്ജക്റ്റ് വരുന്നു. സബ്ജക്റ്റിന് ശേഷം ഹാഡ് വരുന്നു. ഹാഡിന് ശേഷം വരുന്ന ടെൻസ് V3 ആയിരിക്കും. അതായത് ഏത് ആക്ഷനാണോ ഫസ്റ്റ് കഴിഞ്ഞത് ആ ആക്ഷൻ ആഫ്റ്ററിന് ശേഷമാണ് എഴുതേണ്ടത്. ആഫ്റ്ററിന് ശേഷം എഴുതുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. സബ്ജക്റ്റിന് ശേഷം ഹാഡ് വരുന്നു. ഹാഡിന് ശേഷം വരുന്ന വെർബ് V3 ആയിരിക്കും. ആഫ്റ്ററിന് മുമ്പ് വരുന്ന ആ ഒരു സെൻറ്റൻസ്, സെക്കൻഡ് ആക്ഷൻ, ഫസ്റ്റ് സബ്ജക്റ്റ്, അതിനുശേഷം വരുന്ന വെർബ് പാസ്റ്റ് ആയിരിക്കും. ഐ വിൽ കോൾ യു ആഫ്റ്റർ ഐ കംപ്ലീറ്റ് മൈ വർക്ക്. ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ നിന്നെ വിളിക്കും. ഇവിടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന രണ്ട് സെൻറ്റൻസുകൾ തമ്മിലാണ് ആഫ്റ്റർ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർ ഐ കംപ്ലീറ്റ് മൈ വർക്ക്, ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം. അതായത് ഇപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ വർക്ക് കംപ്ലീറ്റ് അല്ല, അത് ഫ്യൂച്ചറിലാണ് കംപ്ലീറ്റ് ആകാൻ പോകുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഞാൻ നിന്നെ വിളിക്കുള്ളൂ. ഇവിടെ ഫസ്റ്റ് ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് സെക്കൻഡ് ആക്ഷൻ നടക്കുള്ളൂ. ഇങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്ന ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് സബ്ജക്റ്റ്, അതിനുശേഷം വില്ലുന്ന വെർബ്, അതിനുശേഷം വരുന്ന വെർബ് V1, അതിനുശേഷം ആഫ്റ്ററിന് ശേഷം വരുന്ന സബ്ജക്റ്റിന് ശേഷം വരുന്ന വെർബ് V1 ആയിരിക്കും. അതായത് ഏത് ആക്ഷനാണ് ഫസ്റ്റ് നടക്കാൻ പോകുന്നത് അത് ആഫ്റ്ററിന് ശേഷമാണ് എഴുതേണ്ടത്. ആഫ്റ്ററിന് ശേഷം എഴുതുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ആഫ്റ്ററിന് ശേഷം സബ്ജക്റ്റിന് ശേഷം വരുന്ന വെർബ് V1. സെക്കൻഡ് ആക്ഷൻ ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് സബ്ജക്റ്റ്, അതിനുശേഷം വില്ലിന് ശേഷം വരുന്ന വെർബ് V1 ആയിരിക്കും.
വി ഈറ്റ് ഫുഡ് ആഫ്റ്റർ മൈ ഫാദർ കംസ്. എൻ്റെ അച്ഛൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറുള്ളത്. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള 2 സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാനാണ് ആഫ്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് എൻ്റെ അച്ഛൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറുള്ളത്. ഇതൊരു ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ചിലപ്പോൾ ദിവസം നടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നടക്കുന്നതായിരിക്കാം, മാസത്തിലായിരിക്കാം. ഇങ്ങനെ ഹാബിറ്റിനെ കുറിച്ച് പറയുന്ന ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും. സബ്ജക്റ്റ്, അതിനുശേഷം വരുന്ന വെർബ് V1, അതിനുശേഷം ആഫ്റ്റർ, അതിനുശേഷം വരുന്ന സബ്ജക്റ്റ്, അതിനുശേഷം വരുന്ന വെർബ് V1. അതായത് ഏത് ആക്ഷനാണോ ഫസ്റ്റ് നടക്കുന്നത്, എൻ്റെ അച്ഛനാണ് വരുന്നത്, അച്ഛൻ വന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അച്ഛൻ വരുന്നതാണ് ഫസ്റ്റ് ആക്ഷൻ. ആ ആക്ഷൻ വേണം നമ്മൾ ആഫ്റ്ററിൻ്റെ കൂടെ എഴുതാൻ. ആഫ്റ്റർ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സ്ട്രക്ചർ ഇങ്ങനെയാണ്. സബ്ജക്റ്റ് എഴുതണം, സബ്ജക്റ്റിന് ശേഷം വരുന്ന വെർബ് V1 ആയിരിക്കാം. സെക്കൻഡ് ആക്ഷൻ എന്താ? സെക്കൻഡ് ആക്ഷൻ എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം. സബ്ജക്റ്റ് ഫസ്റ്റ്, വെർബ് സെക്കൻഡ്.